ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അലാക്കിന്റെ ഔലും കഞ്ഞിയായല്ലോ കുരുവട്ടൂരികളെ. ഫോട്ടോ നോക്ക്. നമ്മുടെ നദിവി സാഹിബും നൌഷാദും തെറിയൂർ കുഞ്ഞാമതും ഈനാം ബേച്ചിക്ക് സുഹാബി നേതാവിന്റെ കൂടെയാണ്. നൌഷാദ് തന്നെ മുമ്പ് പ്രസംഗത്തില് മറ്റൊരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞ പോലെ ഈനാം ബേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നുള്ള രൂപത്തിലായി കറക്റ്റ് നല്ല ചേർച്ചയാണ്. ഇവന്റെ മടവൂർ ഷെയ്ഖുനയോടുള്ള ഇവന്റെ സ്നേഹം കേൾക്കണം. മടവൂർ ഷെയ്ഖുന എന്താ പറഞ്ഞത്? വഹാബികളോടും പാടില്ല, ആ വഹാബികളോട് കൂട്ടുള്ളവരോടും കൂട്ടുപാടില്ല. അവസാനം ശൈഖുനാ മടവൂർ പറഞ്ഞു, മടവൂർ പറഞ്ഞു, അവരുമായി നമുക്ക് ബന്ധമില്ല, അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല. വഹാബിയോടാണത്. ഇതാ മടവൂരിന്റെ ത്വരീഖത്ത് പഠിച്ചോ? മടവൂരിന്റെ ത്വരീഖത്ത് വഹാബിനോട് കടുത്ത ദേഷ്യം. ആ ജമാഅത്തെ ഇസ്ലാമിനോടും മുജാഹിദിനോടും ഏറ്റവും കൂടുതൽ അടുപ്പവും അവരുടെ പരിപാടികളിൽ ശിഷ്യന്മാരെ പറഞ്ഞേക്കുകയും ഇയാൾ തന്നെ നേരിട്ട് പോകുന്ന എത്രയോ പരിപാടികൾ ഇന്നലെ കഴിഞ്ഞു. എന്നിട്ടാണ് ഇയാളോട് പോയിട്ട് കൂട്ടുകൂടുന്നത്. അതായത് ആല് പോയ ചെകുത്താനെ പോലെ ഊരി തണ്ടി നടക്കുകയാണ്. ആ കഴുത്തിൽ ചങ്ങലയും പടവും വെച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു ഹംകിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു ഉന്നതിയോ അധപ്പതനം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഉന്നതി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ വട്ടൂരികൾ ഓരോ കൂടാരത്തിൽ ഇറങ്ങിക്കയറി നടക്കുകയാണ്. ഇന്നലകളിൽ നമ്മൾ കണ്ടു പട്ടിക്കാട് ചെന്നിട്ട് റിയാവുദ്ദീൻ ഫൈസിയെ, മറ്റൊരു സുഹാബിയാണ്, ആ സുഹാബിയുടെ നേതാവാണ് നദിവി. ആ നദിവിയെ ചെന്ന് കണ്ടിട്ട് സുഹാബികൾക്ക് ഒപ്പിച്ചുകൊണ്ട് ഇനിയുള്ള സംസാരങ്ങൾ നേക്കാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതാവും. കാരണം ഇതിനു മുമ്പ് നമ്മൾ വിരടിക്ക് പിടിച്ച് പുറത്തിട്ടപ്പോ നമ്മുടെ സംസ്ഥയുള്ള ഒറിജിനൽ സംസ്ഥ ശംസുൽ ഉലമയുടെ സംസ്ഥയാണ്. ആ ശംസുൽ ഉലമയുടെ ഏറ്റവും വലിയ ശിഷ്യനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്നതാണ് സംസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ കാലങ്ങളിൽ വരെ പ്രസംഗിച്ചതാണ്. അപ്പൊ പിന്നെ ജിഫ്രി തങ്ങളെ മറുപടി ഇങ്ങനെ കുറച്ച് ഹംകികൾ നടക്കുന്നുണ്ട്, നമ്മളെ അവർ പുകഴ്ത്തി പറയും, നമ്മളെ വണ്ടി കയറ്റാൻ നോക്കുകയാണെങ്കിൽ ആ പുകഴ്ത്തലൊന്നും നമ്മൾ അടങ്ങൂല, അവരൊക്കെ കാട്ടുകള്ളന്മാരാണ്, ഔലിയാക്കള് എന്ന് പേരും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കറാമത്തോ തരികട നമ്പറോ കാണിച്ച് നടക്കുന്നതൊന്നും ഔലിയാക്കളല്ല. ഏറ്റവും വലിയ ഔലിയാക്കളും ഏറ്റവും നല്ല സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് ഇസ്തിഖാമത്തുള്ളവരാണ്. കാരണം ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ ഇവരുടെ ശൈഖിനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം എന്താണ്? കറാമത്ത് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് അൻവരിയുടെ പ്രസംഗം. അപ്പൊ ജിഫ്രി തങ്ങൾ ഇപ്പുറത്ത് ഇസ്തിഖാമത്ത് തന്നെയാണ് ഏറ്റവും വലിയ കറാമത്ത്, അല്ലാതെ കറാമത്തുകളോ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ച് നടക്കുന്ന ആളല്ല. എല്ലാ വേദികളിലും ജിഫ്രി തങ്ങൾ തന്നെ പ്രസംഗിക്കുന്നത് അതേ വിഷയം തന്നെ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഖറാഫി ഇമാമും സുമുഹദി ഇമാമൊക്കെ എന്താണോ പറഞ്ഞത് അത് ആ കിതാബ് നോക്കി ഇബാറത്ത് വായിച്ച് അർത്ഥം വെച്ച് പറഞ്ഞ പേരോട് ഉസ്താദിനെ നിശ്ചിതമായി ഈ വട്ടൂരികള് പരിഹസിച്ചപ്പോ വിമർശിച്ചപ്പോ അതേ ആശയം പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങളും പ്രസംഗിക്കുന്നു, സുന്നത്തിയമായിട്ട് പ്രസംഗിക്കുന്നു. അതോടുകൂടി ഇന്നലകളിൽ പറഞ്ഞ ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, സമസ്തയാണ് ഏറ്റവും വലിയ ശരി, ആ സമസ്തയുടെ നേതാവ് എന്ന് പറയുന്നത് ഇപ്പൊ ജിഫ്രി തങ്ങളാണ് എന്ന് പറഞ്ഞത് വിഴുങ്ങി. നേരെ വിഴുങ്ങിയിട്ട് സുഹാബി കണ്ടത്തിലോട്ട് ചാടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതേപോലുള്ള ഒരു നൃത്തം ഈ പാണക്കാട് തങ്ങന്മാരെയും ഈ പാണക്കാട് ഈ സമസ്തയിലെ നേതാക്കന്മാർക്ക് ഒപ്പവും ഇതുപോലെ നമ്മൾ മുമ്പ് ചിത്രം കണ്ടിട്ടില്ലേ? എന്നിട്ട് എന്തുണ്ടായി? അവിടെ നിന്നോ ഇവനെ എവിടെ ചെന്ന് കാലുകുത്തിയോ അവിടെ കുഴി തോണ്ടും എന്നുള്ളത് ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. ഇപ്പോ ഇന്നലെ പ്രസംഗിക്കുന്നു, ഞാൻ ലീഗിലങ്ങ് ചേരുന്നു, ഇവന് എവിടെ പോയി കഴിഞ്ഞാൽ ലീഗിലങ്ങ് ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ലീഗിൽ ചേർന്നാൽ നിങ്ങൾക്ക് എന്തിനാണ്, നിങ്ങൾ എന്തിനാണ് പരിഹസിക്കുന്നത്? ചെങ്ങന്മാരെ ഈ എവിടെങ്കിലും പോയി ചേർന്നാൽ അന്നെ ഒരു മുടക്കാച്ചിറക്കാക്കിയിട്ട് അന്നെ ആരാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്? ഇപ്പൊ ഈ എത്തേണ്ട ആലയത്തിൽ എത്തി എന്നുള്ളതാണ്. മടവൂർ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വഹാബികളോടും കൂട്ടില്ല, വഹാബികളോട് കൂട്ടുള്ളവരോടും കൂട്ടില്ല എന്ന്. ഇപ്പൊ ആരോടാ കൂട്ടിയിട്ടുള്ളത്? ഈ നദിവിക്ക് ആരോടാണ് കൂട്ട് എന്നുള്ളത് ഏത് ചെറിയ കുട്ടികൾക്കും അറിയുന്നതല്ലേ? ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഹംകിനോ ഈ ഹംകിന്റെ കൂട്ടത്തിലുണ്ടോ? ഞാനതെല്ലാം ആലോചിച്ച് ഇവരെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഷെയ്ഖുണ്ടേ. അപ്പൊ ആ ഷെയ്ഖാണോ അതല്ല ഷെയ്ത്താനാണോ എന്ന് മനസ്സിലാക്കാൻ ഇവരുടെ കൂട്ടുകെട്ടന്നെ ആലോചിച്ചാൽ പോരെ. ഇന്ന് സമസ്ത എന്ന് പറയുന്നത് രണ്ട് വിഭാഗവും ഒക്കെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നു. അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം, അതിനെ തുരങ്കം വെക്കാനും പൊളിക്കാനും പത്രസമ്മേളനം നടക്കുകയും സകലമായ പ്രവർത്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിന്റെ ഒപ്പം കൂടിയിരിക്കുകയാണ്. കാരണം നല്ലതിലൊന്നും ഇവർക്ക് ചേരൂല, അത് ചേർത്തൂല, അവിടെ എടുക്കൂല. അപ്പൊ മുടക്കാചരക്കായി മാറുന്നതിന് മുമ്പ് ഈ അടുത്ത് തന്നെ നിങ്ങൾ അവരുടെ ഇക്ക വിഭാഗം സംസ്ഥയുടെ മുഅല്ലിമീൻ സമ്മേളനത്തിൽ അവരുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ ചങ്ങായി. ഇയാളുടെ ബിദഈ ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥകളെ പുറത്താക്കി, പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയപ്പോ ആ സുഹാബിയിൽ വലയത്തിൽ ചേരാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. എവിടെയാണ് ഒരു കട്ടിൽ ഒന്ന് കിടക്കാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആല് പോയ ശൈത്താനെ പോലെ ഊരി കണ്ടി നടക്കുന്ന ഒരു ഹംകികൾ, അല്ലെങ്കിൽ ഞങ്ങളെ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിർ, ഇവരൊക്കെ അങ്ങോട്ട് വരില്ല വേണ്ടത്. ഇത് തെണ്ടി നടക്കുകയാണ്. ഷെയ്ഖ് പറയണേ, തെണ്ടി എവിടെങ്കിലും ഒരു ഊരോ പേരോ എന്തേലും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരുടെ അടുത്തേക്കും ചെല്ലിക്കൊണ്ട് തെണ്ടി നടക്കുകയാണ്. ഒരു നാണവും മാനവും ഇല്ലാത്ത വട്ടൂരികൾ. ഉളുപ്പുണ്ടട ചങ്ങായിമാരങ്ങൾക്ക്. കേരളത്തിലെ ലോകത്തിന് തന്നെ മാതൃകയായ ജാമിയ നൂരി ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദീവി അവർകളാണ്. ഉസ്താദിനെ കുറിച്ച് കുറെ പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്താദ് ഒരു വലിയാണ്, പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണെന്നുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. പലപ്പോഴും വലിയമാരല്ലാത്തൊരു വലിയമാരെ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോൾ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല. മാത്രമല്ല വീട്ടിൽ നിങ്ങൾ ഇയാളിത് പറഞ്ഞപ്പോഴേ ഈ നദിവി എന്ന് പറഞ്ഞ ആള് വലിയ എന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ വലിയാന്ന് പറയപ്പെട്ടല്ലോ. അപ്പൊ മണ്ടിയില്ല ദാറുലുദിക്ക് മോനെ പറഞ്ഞിട്ടുള്ളി അള്ളാന്റെ വലിയ എന്ന് പറയപ്പെട്ടല്ലോ. ഉടനെ അംഗീകരിച്ചു കൊള്ളണം, ഉടനെ സ്വീകരിച്ചു കൊള്ളണം. പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. മൂപ്പര് വഹാബിത്വം നിൽക്കുന്ന ആളല്ലേ, അതൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. നമ്മൾ സ്വീകരിക്കുന്നേ അള്ളാന്റെ വലിയെന്ന് പറയപ്പെട്ടില്ലേ. അങ്ങനെ മണ്ടിയില്ല തോന്നുന്നുണ്ട്. അതൊന്ന് കേട്ടോളി.
ഞാൻ കാണിച്ചതാ, ഞാൻ വെറുതെ പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞൊക്കെ തെളിവുണ്ടാവും. വെറുതെ നമ്മൾ പറയില്ല, ഓലമാരി തൊള്ളപ്പൊട്ടടിച്ചില്ല. എന്ത് പറഞ്ഞോ അതിന് തെളിവ് ഞാൻ ഹാജരാക്കും. സഹോദരങ്ങളെ, അള്ളാന്റെ ആൾ, അള്ളാന്റെ വലിയ ഇനി എന്ന് പറയപ്പെട്ട പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല. പിന്നെ നമ്മൾ അവരെ കുറിച്ച് ഒരു കുറ്റം പറയാൻ പാടില്ല. നമ്മൾ അംഗീകരിച്ചു കൊടുത്തേക്കാം. കേട്ടില്ല? അപ്പൊ ഞാൻ മുകളിലിട്ട ഗ്രിപ്പിട്ടല്ലോ, അയാളെ ചെറിയട്ടെ, അതൊരാള് അയാൾ പറയണത് ഈ കൂരാട് നിരവധി വലിയാണ്. അപ്പൊ ഇതുപോലെ കേട്ട് അപ്പം കുഞ്ഞാമും അവസരം കൂടി പറഞ്ഞതാണ്. അനപ്പം ഇത് പറഞ്ഞല്ലോ, ആദ്യം അതാണ് വലിയെന്ന് പറയപ്പെട്ട ഉടനെ സ്വീകരിക്കണം, ഉടനെ അംഗീകരിക്കണം. പിന്നെ നമ്മളൊന്നും നോക്കണ്ട, ആരാന്ന് നോക്കണ്ട, ആര് പറഞ്ഞാലും ഹായ് തന്നെ. അങ്ങനെ വണ്ടിയിലാ. പമ്പേഴ്സിനെ കാണില്ല, കുഞ്ഞാമും പിന്നെ മാത്രമേ ഉള്ളല്ലോ. പമ്പേഴ്സ് ഇവിടെ പോയി ലീക്കായോ? ഏതായാലും നല്ല പോക്കാ. കുറെ കാലം 5-6 മാസം ഇങ്ങനെ പോലെ ജാക്കിച്ച് പൊന്തിച്ച് കുറെ ശംസുലമിന്റെ മഹത്വം പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ ശംസുലമിന്റെ ആളുകളാണ് വെറ്റി തീർത്ത്. കുറെ പാണക്കാട് രംഗന്മാരെ മഹത്വം പറഞ്ഞ് ഞങ്ങൾ പാണക്കാട് രംഗന്മാരെ അംഗീകരിക്കുന്നതെന്ന് വെറ്റി തീർത്ത്. എന്നിട്ടാണല്ലോ ഈ ആസൂത്രണം ആണ്ട് കയറി പറ്റണല്ലോ. പിന്നെ പാണക്കാട്ടിൽ പോയി. പിന്നെ പാണക്കാട് രംഗന്മാർ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യാനൂരി. അവ ജാമ്യക്കൊന്ന് പോയി. പിന്നെ ഓലെ വലത്തായി നിൽക്കുന്ന ആളാണ് ഈ ഗുരുവായൂർ നബി. അപ്പൊ ദാറുദിക്കൊന്ന് പോയി. എങ്ങനെയുണ്ട് ഈ നാടകം തുടങ്ങണമെന്നാണ് നമുക്ക് ശരിക്കറിയാം. ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിൽ ഈ പാണക്കാട് രംഗന്മാരുണ്ടായതും ഈ ശംസുലം ഉണ്ടായതും പട്ടിക്കാടുണ്ടായതും ഇപ്പൊ ഈ ദാറുൽ ഉണ്ടായതൊക്കെ ഭയങ്കര വിളവന്മാരനാണ്. കാരണം ഒറ്റടിക്കാൻ വേണ്ടി ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ 5-6 മാസം ഇങ്ങനെ ശംസുലമിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും തോന്നും, പാവപ്പെട്ട ആളുകൾക്ക് അവർ ശംസുലമിന്റെ ആളെന്ന് കേട്ടോ. പിന്നെ പാണക്കാട് രംഗന്മാരാ, പിന്നെ മുസ്ലിം ലീഗിനാ, എല്ലാരും കിട്ടി കയ്യിലെടുത്തിയ ശേഷമാണ് അങ്ങോട്ട് ചെല്ലണ്ടേ. ഇനി എന്താണ്ടാല് ആ ഒക്കാട് നാശാവും, വേറെത്തില്ല. നോക്കിയല്ലേ എഴുതിച്ചോളി, അത് ഇപ്പത്തെ കലം പോലാവും. ഇവരെ എവിടെ കയറി പറ്റിയ ഉടക്ക നാശാവും. ഒരു സംശയമില്ല മക്കളെ, പൊട്ടി തെറിച്ചു പോവും. നിങ്ങൾ ഞാൻ പിടിച്ച് വലിച്ചിരുന്നോളി. നിങ്ങൾ ആരും സ്വീകരിക്കാൻ നിൽക്കണ്ട, കപടന്മാരാണ്. തിരിച്ചറിയാത്തതുകൊണ്ടും തിരിച്ചറിഞ്ഞോളി. ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മെമ്പറാണ്. ദാറുൽ ഹിദ ഇസ്ലാമിക് അക്കാഡമിയുടെ വൈസ് ചാൻസലറാണ്. ലോകമറിയപ്പെട്ട 500 പണ്ഡിതന്മാരിൽ ഒരാളാണ്. അതിനൊക്കെ പുറമെ 1984 ഷെയ്ഖുന ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയുണ്ടായി. ആ ദുആയിൽ ഷെയ്ഖുന പറഞ്ഞത്, ഒന്നിനായ മഹാവതി ഉസ്താദിൻ്റെ ഇൽമ വെച്ച് ഞാൻ ഇവിടെ എഴുതുന്നു. അപ്പോൾ അത്ര വലിയ ഒരു മഹാനാണ്. ഷെയ്ഖുന പറഞ്ഞത്, മഹാവതി ഉസ്താദിൻ്റെ ഇൽമ വെച്ച് ഞാൻ നിന്നോട് ഇടതേടുന്നു റബ്ബേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്തുമുണ്ട് എന്ന് വളരെ നേരത്തെ അറിയുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മഹാവതി ഉസ്താദിനെ ഈ നസീഹത്തിന് വേണ്ടി ക്ഷണിച്ചു. കുരുവട്ടിയുടെ അടുത്ത മാറ്റർ എന്തൊക്കെയാണെന്നറിയോ? കൂരാട് നിലവിൽ നമുക്ക് മാതൃകയുണ്ട്. 6 മാസം പ്രസംഗം നടത്താനുള്ള വകുപ്പായി. കാരണം ശംസുലം വരെ അക്കിലാൽ വർക്കത്ത് കൊണ്ട് തേടിയ ആളാണ്. ആരാ? കൂരാട് നദീവിന്റെ ഇൽമിനെ കൊണ്ട് വർക്കത്തെടുത്ത ആളാണല്ലോ ശംസുലമ. അപ്പൊ ശംസുലമയിൽ മാതൃക ഉണ്ടെങ്കിൽ കൂരാട് നദീവിൽ മാതൃക വേണമെന്നാണ് പ്രസംഗിക്കണ്ടേ. നമുക്ക് പ്രതീക്ഷിക്കാം, അടുത്തുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഏതായാലും കുരുവട്ടിലേക്ക് പറ്റിയ ആളാ. ചക്കിക്കത്തെ ചങ്ങരൻ വക്കട്ട് ചട്ടിക്ക് കണ പറഞ്ഞ കയ്യില് എന്നൊക്കെ പറഞ്ഞ മാതിരി നല്ല ഫിറ്റാ. കുരുവട്ടൂർക്ക് വിളിച്ചു നോക്കി നിങ്ങൾ ആശ്രമത്തേക്ക്. അത് അങ്ങോട്ട് മാത്രം പോയാൽ പോരല്ലോ, ഒരു പാലത്ത് അങ്ങോട്ട് പോയിട്ട് വേണ്ട, ഇങ്ങോട്ടും വരണ്ടേ. ആ വാണക്കാരങ്ങന്മാരെയും പട്ടിക്കാട്ടിലുള്ളവരെയും ദാറുലുദ്ദീനിലുള്ളവരൊക്കെ അങ്ങോട്ടും കൊണ്ടുപോയി ഒരു പരിപാടി തളി. ഈ പട്ടിക്കാട്ടിക്കും വാണക്കാട്ടിക്കും ദാറുലുദ്ദീനൊക്കെ ആർക്കും പോകാം. ചെവല് ഇങ്ങോട്ട് വരെ നോക്കണം. അപ്പോഴെങ്ങനെ മുട്ടായി എടുക്കലും മറ്റൊക്കെ ശരിയായിക്കൊന്നും നമുക്ക് വരാൻ പറ്റുള്ളൂ. നമ്മൾ പെണ്ണ് കാണാൻ പോയാൽ നമ്മൾ കണ്ട് മുട്ടായിട്ട് വന്നാൽ പോലും പിന്നെ ഇങ്ങോട്ട് വരും അന്വേഷിക്കാനും ഇവിടെ നിന്ന് കാണാനൊക്കെ. അതുണ്ടോ നിങ്ങൾ നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ മുട്ടായി എടുക്കലൊക്കെ വലിയസിന് പറഞ്ഞ മാതിരി തൂറ്റി പോണ സംഗതിയാണ്. ആർക്കാ മനസ്സിലാത്ത്? നമ്മളിപ്പോ ഇന്ന് രാവിലെ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ, സകല സ്ഥലത്ത് മുട്ടായി കൊടുക്കുന്നുണ്ട്, പക്ഷെ നിക്കാതെ നടക്കണില്ല. അപ്പൊ അതിനൊന്ന് മുടങ്ങി പോവാണ്. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ നല്ല ആളെടുത്ത് എത്തിപ്പെട്ട് നീലമശ കൊണ്ടാണ് അറ്റസ്റ്റ് ചെയ്ത് പറഞ്ഞില്ല. ഏതായാലും തിരക്കണില്ല, ആരോടും ബന്ധമില്ല കേട്ടോ. അതാണ് മടവൂർ ശൈഖുനാന്റെ ഉറപ്പ് എന്ന് പറഞ്ഞില്ലേ. വഹാബികളോട് ബന്ധം പാടില്ല, ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല. അതാണ് മടവൂർ ശൈഖുനാന്റെ ഉറപ്പ് എന്ന് പറഞ്ഞില്ലേ. വോട്ടൂരിയാണ് എന്തിന്റെ കേടാ ചങ്ങാമരങ്ങൾക്ക്.